ഹായ് ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു മന്തി തയ്യാറാക്കിയാലോ. ഈ മന്തി തയ്യാറാക്കാനായിട്ട് ഭയങ്കര എളുപ്പവും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മന്തി മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പച്ചമല്ലിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് നല്ല ജീരകം, 2 ടേബിൾ സ്പൂണ് വലിയ കുരുമുളക്, പിന്നെ ഒരു 7 ഏലക്ക, 8 ഗ്രാമ്പു, പിന്നെ പട്ട, 2 കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കോലും ജാതിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല. ഇതെല്ലാം ക്ലീനായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉണക്കനാരങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലത്തെ കുരു മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ചവർപ്പ് രസം വരും. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ലപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതെല്ലാം പാടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഈ മന്തിയിലേക്ക് ആവശ്യമില്ല കേട്ടോ, ബാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒരു 5 പീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ പുതിനയില ഇവ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഫൈനായി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മന്തി മസാല ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1.5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഓയിൽ ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ കുറച്ച് ഓയിൽ കൂടി പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 2 കപ്പ് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം ഓയിൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഇത്തിരി കൂടി പോയിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഒരു 1/4 കപ്പ് എടുത്താൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾ അരി എത്ര എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളം തന്നെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിള വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ ഒരു അരി നല്ലപോലെ തന്നെ ആദ്യം തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 80% വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഡ്രെയിൻ ആക്കി എടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു 5 പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒറ്റ വിസിൽ വന്നാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് മുഴുവൻ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തി കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ കൊട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ പീസൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം റൈസ് മൊത്തം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യണ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 3-4 കപ്പ് റൈസിനൊക്കെ ഈ 1/2 കപ്പ് ഓയിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/2 കപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി റൈസിൻ്റെ മുകളിലേക്ക് ചിക്കന് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.